ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് തഫീമുൽ ഖിറാ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കും ഉണ്ട്, 3 എക്സാമും ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഒന്ന് തഫീമുൽ ഖിറായിലെ ഒരു ചോദ്യപേപ്പറും പിന്നെ ഒന്ന് കിതാബത്തും, അതിൽ തന്നെയുള്ള വേർഡ്സുകളൊക്കെ എഴുതലും എന്താണ് പകർത്തി എഴുതലും ചേർത്ത് എഴുതലൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കിതാബത്ത്. പിന്നെ ദുറൂസുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. എന്താണ് അതിൽ വരിക? നിങ്ങൾ പാഠത്തിൽ പഠിച്ച ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം, പിന്നെ എന്തൊക്കെയാണ് ഭക്ഷണം കഴിച്ചാൽ ബിസ്മി ചൊല്ലണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയുള്ള പാഠങ്ങളിൽ നിന്നാണ് ഈ ദുറൂസുൽ ഇസ്ലാം എന്ന ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പോൾ ഇവിടെ ബാക്കി ചൊല്ലിക്കൊടുക്കാനാണ് ആദ്യം വരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനി, ബാക്കി എന്താണ്? റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, ബാക്കി എന്താണ്? വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെ ഈമാൻ കാര്യം 6 അതിൻ്റെ ബാക്കി എന്ത് ചെയ്യുന്നു? നമ്മളൊരു പാട്ട് പഠിച്ചിരുന്നില്ല, ഈമാൻ കാര്യം 6. എന്തായിരുന്നു പാട്ട്? ബാക്കി എന്തായിരുന്നു? ഈമാൻ കാര്യം 6, 6ഉം അറിയൽ ഫർളാണ്. അപ്പോൾ നമ്മൾ പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം അതുപോലെ അതിന് വേറെ ചോദിക്കും. റബ്ബിൻ കുത്തുബിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 3. ബാക്കി പറയണം. പിന്നെ ഖദർ ഖലായിലെ വിശ്വാസം, ബാക്കി എന്താണ്? ഈമാൻ കാര്യമിൽ 6. അതുപോലെ നമ്മൾ ഈ ഇസ്ലാം കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലേ. കലിമ ഷഹാദത്ത് 1 എന്താണ്? ബാക്കി എന്താണ്? 2 5 സ്വലാത്തല്ലേ, 3 പുണ്യ സകാത്തല്ലേ, 4 റമളാൻ നോമ്പല്ലേ, 5 ഹജ്ജല്ലേ, 5ഉം തീരെ മറക്കല്ലേ. അപ്പം അത് ഇതുപോലെ ഇടേന്ന് വരും. 4 റമളാൻ നോമ്പല്ലേ, ബാക്കി പാടി കൊടുക്കുക. ഒരു ലൈൻ പാടി കൊടുത്താൽ മതി കേട്ടോ. പിന്നെന്താണ്? അന്ത്യദിനത്തിലെ വിശ്വാസം. അന്ത്യദിനത്തിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ എത്രാമത്തതാണ്? ഈമാൻ കാര്യമിൽ 5. അപ്പം അത് അതിൻ്റെ ബാക്കി അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. പിന്നെ ഇനി ഉത്തരം പറയാനാണ്. സലാം പറയണം. എങ്ങനെയാണ് സലാം പറയേണ്ടത്? അസ്സലാമു അലൈക്കും അല്ലേ. അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയേണ്ടത്. അപ്പം അതുപോലെ എങ്ങനെയാണ് സലാം അടക്കേണ്ടതെന്ന് വെച്ചാൽ വാലൈക്കും മുസ്സലാം, വാലൈക്കും മുസ്സലാം എന്ന് സലാം അടക്കണം. പഠിച്ചേക്കട്ടാ. പിന്നെന്താണ്? ഭക്ഷണം കഴിച്ചു തീർന്നാൽ എന്ത് പറയണം? എന്താണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത്? നമ്മളൊരു അവസാനത്തെ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എന്തായിരുന്നു അത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. എന്നാൽ ഭക്ഷണം കഴിക്കും മുമ്പ് എന്ത് പറയണം? എന്താണ്? ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. അടുത്തതാ, ഈമാൻ കാര്യങ്ങളിൽ 2ാമത്തേത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈമാൻ കാര്യത്തിൻ്റെ പാട്ടാണല്ലേ പഠിച്ചത്. അതിൽ 2ാമത്തേത് ഏത് എന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പോൾ അത് ഓർഡറിൽ പഠിക്കുക. 1 2 3 4 അങ്ങനെ ഓർഡറിൽ പഠിക്കണം. 2ാമത്തേത് 3ാമത്തേത് എന്നൊക്കെ. അപ്പോൾ 2ാമത്തേത് ഏതായിരുന്നു? മലക്കുകളവരിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 2. അപ്പോൾ 2ാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ്. അപ്പോൾ അത് പാട്ടല്ലാതെ 1 അള്ളാഹുവിൽ വിശ്വസിക്കൽ, 2 മലക്കുകളിൽ വിശ്വസിക്കൽ, 3 അള്ളാഹുവിൻ്റെ കിതാബ്, റബ്ബിൻ കുത്തുബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബിൽ വിശ്വസിക്കലാണ്. പിന്നെ റുസുലുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കലാണ്. പിന്നെ അന്ത്യദിനത്തിൽ 5 അന്ത്യദിനത്തിൽ, 6 ഖദർ ഖലായിൽ. അങ്ങനെ ഓരോന്നും നമ്പർ പറഞ്ഞ് പഠിക്കണം കേട്ടോ. പിന്നെ എന്താണ്? ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കണം? ഏത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം? ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്? വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മൾ അവസാനത്തെ പാഠത്ത് പഠിച്ചിരുന്നു അല്ലേ.
ബിസ്മി ചൊല്ലണം, വലത് കൈകൊണ്ട് കഴിക്കണം, കഴിക്കുന്നത് നിന്റെ മുമ്പിൽ നിന്നായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അദബുകൾ അല്ലേ? അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടത് എവിടെ നിന്നെന്ന് ചോദിച്ചാലോ, നമ്മുടെ മുന്നിൽ നിന്നായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ് ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തേതേത്? ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തേത് ഏതാണ്? അത് നമ്മൾ പാട്ടാണല്ലോ പഠിച്ചത്. എന്തേന്നു അഞ്ചാമത്തത് ഹജ്ജാണ്. അപ്പോൾ നമുക്കങ്ങനെ പറഞ്ഞെടുക്കാം അഞ്ചാമത്തത് ഹജ്ജാണ് എന്ന്. അപ്പോൾ ഇതുപോലെ മൂന്നാമത്തത് ഏത്? ഇസ്ലാം കാര്യങ്ങൾ മൂന്നാമത്തത് ഏത്? പുണ്യ സക്കാത്ത്, 4 റമദാൻ നോമ്പ്, 5 ഹജ്ജ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. പിന്നെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളൊരു പാഠത്തിൽ പറഞ്ഞിരുന്നു. എന്താണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്? എന്താ അർത്ഥം? അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പറയുന്നു. അർത്ഥം പഠിക്കുക. അതുപോലെ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ മനസ്സിലുറപ്പിച്ച് പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി പറയാൻ കഴിയണം. അപ്പോൾ നമ്മൾ റസൂൽ ഇസ്ലാമിൻ്റെ മറ്റു ചോദ്യപേപ്പറുകളൊക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി എല്ലാവരും ഉപകാരപ്പെടുത്തുക. വ്യത്യസ്ത ചോദ്യങ്ങൾ മാറി വന്നതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറയുന്നതിലൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.